بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بيدل البدر يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين. ബഹുമാനരായ നമ്മുടെ ഹത്തീബ് ഫൈസി ഉസ്താദ് അവരുടെ നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, ബഹുമാനങ്ങൾ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികൾ, നമ്മുടെ സംഘം അല്ലാഹു നമ്മിൽ കബൂൽ ചെയ്യട്ടെ. ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ വലിയ ഒരു പ്രഭാഷണം നടത്താനല്ല ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ വന്നിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ കേൾക്കാനും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു പരിചയപ്പെടുത്തലാണ് പ്രധാനമായിട്ടും എൻ്റെ ലക്ഷ്യം. പക്ഷേ ആശ്വാസം എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു സംരംഭത്തിന്റെ അതിന്റെ ചില ആശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഓർമ്മപ്പെടുത്തുക എന്ന ഒരു ദൗത്യം ഇതിൽ അർപ്പിതമായിരുന്നു. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചില വിഷയങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യാം. ഏകദേശം 10 വർഷത്തോളം നിങ്ങൾ എന്നെ കേട്ടവരാണ്, ഞാൻ നിങ്ങളെ കണ്ടവരുമാണ്. നമ്മൾ ആ ബന്ധം പുതുക്കുക എന്നത് നമ്മുടെ ഒരു സന്തോഷമാണ്. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ അടുത്തായി കൊണ്ടുപോയ പനങ്ങോടൻ ഉമ്മ, അതുപോലെ മരണപ്പെട്ട ആലിമാനക്ക, അതുപോലെ അബ്ദുള്ള ഹാജിയുടെ ഉമ്മ, നമ്മുടെ ഈ മഹല്ലിനെ നമ്മളുമായി ഇടപെടുന്ന കൂട്ടത്തിൽ അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും വേണ്ടി ചെറിയ നടത്തി നമുക്ക് അവസാനിപ്പിക്കാം. ചില വിഷയങ്ങൾ പറയണം, പക്ഷേ ശാരീരികമായി ചില അസ്വസ്ഥതയുമുണ്ട്. എങ്കിലും ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പ്രയോഗിച്ച ഒരു പ്രയോഗം, എന്താണ് ആ പ്രയോഗം? അത് കുട്ടിയോ അതല്ലെങ്കിൽ യാദൃശികമായിട്ടോ വന്നതാണോ, എങ്ങനെ പറഞ്ഞാലും ജിഹാദ് ഇതൊരു സമരമാണ്, ഇതൊരു സമരമാണ്, ഇതൊരു വിപ്ലവമാണ്, ഇതൊരു ധർമ്മസമരമാണ്. അത് നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്.
ജിഹാദ് എന്നത് നമുക്കറിയാം, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് സഹാബത്തിനെ പഠിപ്പിച്ച ജിഹാദ് അത് നമുക്കറിയാം. നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ബദറും ഉഹദും ഖന്തഖും ഹുനൈനും എല്ലാം പഠിച്ചിട്ടുണ്ട്. അതൊരു ജിഹാദാണ്. അത് ശരീരം കൊണ്ടുള്ള ജിഹാദ്. അത് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ, സത്യം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വളരെ ബൃഹത്തായ ജിഹാദ്, ശരീരം സംഭാവന ചെയ്ത, രക്തം സമർപ്പിച്ച ഒരു സമരം ജിഹാദ് കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ധാരാളം ജിഹാദ് നടന്നിട്ടുണ്ട്. അതൊരു മാർഗമാണ്. പക്ഷേ ജിഹാദ് വ്യത്യസ്തങ്ങളായ രീതിയിലാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇറങ്ങി തിരിച്ച പ്രവർത്തനം ഒരു ജിഹാദാണ്, വല്ലാത്തൊരു ജിഹാദാണ്, ഒരു സമരമാണ് നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ പരിചയക്കാരിൽ ആരൊക്കെയാണ് പ്രയാസപ്പെടുന്നത്? ഓർമ്മയുണ്ടല്ലോ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മസ്ജിദുൽ ഫാറൂഖിൽ വിശുദ്ധ റമദാനായ ഒരു ചർച്ചയിലാണ് മസ്ജിദുൽ ഫാറൂഖ് എന്ന ഖലീഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു സംരംഭം തുടങ്ങിയത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതിനാദ്യമായി നമ്മൾ ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിനായിരുന്നു സഹായം നൽകിയത് എന്നും ഞാൻ ഇവിടെ ഓർക്കുകയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഏകദേശം 7,000 രൂപയാണ് കൊടുത്തത് എന്ന് ഓർക്കുകയാണ് ഞാൻ. ഇത് പറയുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ പഠിക്കാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് കൈത്താങ്ങാവാൻ, രോഗമാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഗുളികയുടെ പേരിൽ മരുന്നിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടുമ്പോൾ അതിനൊരു തണലാകാൻ, ആശ്വാസമാകാൻ, അതിനാണ് ആശ്വാസം. അതിന് വേണ്ടിയാണ് ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മൾ ചെയ്യുന്ന വലിയ സമരമാണിത്. ഇതുകൊണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു വചനമുണ്ട്. പുണ്യ റസൂൽ പറഞ്ഞൊരു വചനമുണ്ട്. എന്താണ് ആ വചനം? കേവലം ജിഹാദ് എന്ന പദം വെറുതെ പ്രയോഗിച്ചതല്ല, അത് കൃത്യമാണ്. ജിഹാദ് സമരമുറയാണ് എന്ന് പറയുന്നത് അത് നമ്മുടെ കേവലം വാക്കല്ല. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകമാണത്. പുണ്യ റസൂൽ പറയുകയാണ്, അസ്സാഇ അലൽ അർദിലതി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. ഇതൊരു ഹദീസാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയും അഗതികൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രവർത്തിക്കൽ, അതിനു വേണ്ടി അധ്വാനിക്കൽ, അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നത് പോലെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ യുദ്ധം ചെയ്യുന്നത് നിസ്സാര കാര്യമാണോ? അല്ല. അല്ലേ? യുദ്ധം ചെയ്യാൻ ശരീരം, സമ്പത്തും കുടുംബവും എല്ലാം ഒഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ രക്തം സമർപ്പിച്ചുകൊണ്ട്, ശരീരം സമർപ്പിച്ചുകൊണ്ട് സഹാബാക്കൾ നേടിയെടുത്ത ആ ഒരു യുദ്ധത്തെ നമ്മൾ ആലോചിച്ച് നോക്കൂ. പരലോകത്ത് വീണ്ടും ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം, അതാരാണ്? ശുഹദാക്കളാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. പരലോകത്ത് നിന്ന് സ്വർഗ്ഗം ലഭിച്ചിട്ട് വലിയ സ്ഥാനം ലഭിച്ചിട്ട് പോലും വീണ്ടും വരാൻ, ഈ ലോകത്തേക്ക് വരാൻ, വീണ്ടും ജിഹാദ് നടത്താൻ, വീണ്ടും സമരം നടത്താൻ, വീണ്ടും രക്തം നൽകാൻ, വീണ്ടും ശരീരം നൽകാൻ, വീണ്ടും അവയവങ്ങളെല്ലാം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവരാരാണ്? അവർ ശുഹദാക്കളാകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ശുഹദാക്കൾക്കുള്ള സ്ഥാനമോ അവർ മരണപ്പെട്ടാൽ ആ ശുഹദാക്കൾക്ക് വേണ്ടി നിസ്കാരം, ആ ശുഹദാക്കൾക്ക് വേണ്ടി നമ്മൾ ആലോചിക്കണം. അവരാരുടെ കഫൻ ചെയ്യുകയാണ്. അവരെ കഫൻ ചെയ്യുമ്പോൾ ആലോചിക്കണം, എന്തുകൊണ്ട്? അവർക്കുള്ള സ്ഥാനം അതാണ്, അവർക്കുള്ള വലുപ്പം അതാണ്. ആ സഹാബത്തിന്റെ ധർമ്മസമരം നടത്തിയ സഹാബത്തിന്റെ ആ സ്ഥാനത്തേക്ക് വരച്ചു വച്ചു പുണ്യ മുഹമ്മദ് മുസ്തഫ. ആരെയാണ് പറയുമ്പോൾ അഗതികളെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, പാവപ്പെട്ട
അവരുടെ കണ്ണീരപ്പാണ് അവരെ കൈപിടിക്കാൻ. അല്ല, ഒരു വിധവ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ആ വിധവ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ നാട്ടിന്റെ ശാപമാണ് എന്ന് പഠിപ്പിച്ചതാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു നാട്ടിൽ താമസിക്കുന്ന മറക്കുന്ന ഒരു വിധവ, ഒരഗതി, ഒരു പാവപ്പെട്ടവൻ, അവന് പ്രയാസപ്പെടാൻ പാടില്ല. അവരോട് നാട്ടിലുള്ള മറ്റുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഭരണാധികാരികൾക്ക് വലിയ ബാധ്യതയുണ്ട്. മഹല്ല പ്രസ്ഥാനത്തില്, മഹല്ല കമ്മിറ്റിക്ക്, അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്ക് വലിയ ബാധ്യതയുണ്ട്. അതാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആശ്വാസ പ്രവർത്തനം, ഈ ആശ്വാസ സംരംഭത്തിലൂടെ നാടിന്റെ ആശ്വാസ പ്രവർത്തനം നടത്തുമ്പോ അവര് കേവലം ഒരു പ്രവർത്തനമല്ല നടത്തുന്നത്, കേവലം ഒരു കർമ്മസേനയുടെ പ്രവർത്തനമല്ല, കേവലം ഏതെങ്കിലും ഒരു പണിയല്ല അവർ നടത്തുന്നത്. അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരത്തെ പോലെ, സമരം ചെയ്യുന്നവരെ പോലെ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥാനം പറയാം. അല്ലേ? നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, ഈ അടുത്ത 2 കാലഘട്ടങ്ങളിൽ പ്രളയത്തിന്റെ വല്ലാത്തൊരു, പ്രളയത്തിന്റെ ആ ഒരു പരമ്പര ഉണ്ടായി. അപ്പോഴൊക്കെ സ്വന്തം ശരീരം വളർന്നിട്ട് പ്രവർത്തന ഇവിടെ ആരാണ്? കർമ്മസേനയുടെ വളരെ നിതാന്തമായ പ്രവർത്തനമായിട്ട് ഇവിടെ മുന്നോട്ട് പോയത് ആരാണ്? ഇവിടെ ചെറുപ്പക്കാരാണ്. പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റി, മുസ്ലിം സമൂഹത്തിലെ നമ്മുടെ ഇസ്ലാമിക വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് സഹോദരന്മാരുടെ പ്രവർത്തനം കണ്ടിട്ട് മറ്റുള്ള മതസ്ഥർ ബോധപ്പെട്ടു പോവുകയാണ്. ക്രിസ്ത്യാനിയുടെ, ഹിന്ദുവിന്റെ വീട്ടിൽ കയറി എല്ലാം വൃത്തിയായി കൊടുക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, അപ്പോഴാണ് ഇവിടെ മതവൈദ്യരെ കുറിച്ച് പോലും പ്രകടമായി പ്രസംഗിക്കാൻ തുടങ്ങിയത്, പറയാൻ തുടങ്ങിയത്. ഞാൻ പറയുന്നത്, ഇസ്ലാമിന്റെ ആശയം വളരെ വിശാലമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടൽ അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുന്നത് പോലെ ചെറിയ വിഷയമല്ല. ശരീരം കൊണ്ട് സമരം ചെയ്യുക, രക്തം ചിന്തുന്ന സമരം, അതുപോലെ സമ്പത്ത് സമർപ്പിച്ചുകൊണ്ട് ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ഒരു കർമ്മം, കർമ്മസേനയോട് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം അത് അനാഥരെ അവരെ സഹായിക്കാനാണ്, വിധവകളെ സഹായിക്കാനാണ് എന്ന് ആര് പറഞ്ഞു വെച്ചു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിർത്തിയില്ല. അബുൽ ഖായിമിൽ ലൈൽ അസ്വാഇമിൽ നഹാർ, പകൽ നോമ്പ് നോറ്റ, രാത്രി നിസ്കരിച്ചവരെ പോലെയാണ് അവരെ പുണ്യ മുഹമ്മദ് മുസ്തഫ. വെറുതെ പറയുന്നതല്ല. ഒരു ദിവസം ഹബീബായ പ്രവാചകന്റെ പള്ളിയിൽ ഇരിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ, വാജിന്റെ പ്രിയപ്പെട്ട സഹാബിയാണല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലേ? മുഫസ്സിരീങ്ങളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ്. ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പള്ളിയിൽ മദീന ഒരു യാത്രക്കാരൻ പള്ളിയിലേക്ക് വന്ന് സലാം പറഞ്ഞു. ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചു. നോക്കുമ്പോ അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ ചിലതൊക്കെ അന്വേഷിക്കാൻ തോന്നി. അതൊരു മര്യാദയാണ്. നമ്മുടെ പള്ളിയിലെ, നമ്മുടെ അങ്ങാടിയിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ നമ്മൾ അയാളെ ചോദിക്കണമെന്ന് നിങ്ങളാരാണ്? അത് നാടിന്റെ മര്യാദയാണ്, അത് സമൂഹത്തിന്റെ മര്യാദയാണ്. അല്ലെ? പള്ളിയിലേക്ക് വന്നാലോട് ചോദിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്, മുസ്ലിയാരെ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് ചോദിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് ആ കാലം മാറി മറിഞ്ഞു. ഒരു മുതാലിം പള്ളിയിൽ പറഞ്ഞാൽ ചിലർക്ക് മാറി മാറി ദൂരേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അത് ഏറ്റവും വലിയ അപജയമാണ്, പരാജയമാണ്. ഞാൻ ആ ഭാഗം സൂചിപ്പിക്കുകയല്ല. ഈ സഹാബി റസൂൽ മുഹമ്മദ് മുസ്തഫയുടെ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സഹോദരനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങളെ കാണുമ്പോൾ എന്തോ ഒരു പ്രയാസം മനസ്സിലോ? ആ പ്രയാസം പറയാൻ എന്താ
പ്രയാസമില്ല. എനിക്ക് അല്പം സാമ്പത്തികമായ ചില പ്രയാസങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രയാസമാണ് എനിക്കുള്ളത്, വേറെ പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കടം കൊടുക്കാനുണ്ട്, കടം വീട്ടാനുണ്ട്, കടം വീട്ടാനുണ്ട് എന്ന് ആ മനുഷ്യൻ ആ സഹോദരൻ പറഞ്ഞപ്പോൾ സഹായം ചോദിച്ചു. എന്നാൽ കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിക്കട്ടെ, നിങ്ങളുടെ ആ പ്രയാസം ഞാൻ പരിഹരിക്കട്ടെ, ആ കടമായത് ഞാൻ നിർവഹിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പള്ളിയിൽ എഴുന്നേറ്റ്. ഏത് പള്ളി? ഏത് പള്ളിയാണ്? മദീന പള്ളി. മദീന പള്ളി നമ്മുടെ മസ്ജിദുൽ ഫാറൂഖ് പോലെയല്ല, ചേന്നമംഗലൂർ പള്ളി പോലെയല്ല, പേരാമ്പ്ര പള്ളി പോലെയല്ല, മസ്ജിദുൽ ഫാറൂഖ് പോലെയല്ല. മദീന പള്ളി ആയിരക്കണക്കായ പ്രതിഫലം ലഭ്യമാക്കപ്പെടുന്ന പള്ളിയാണ് മദീന. ആ മദീനയിൽ പള്ളിയിലെ ആ മദീന പള്ളിയിൽ അബ്ബാസ് പുറത്തേക്ക് പോകാനോ സഹോദരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വിഷയത്തിന് മറന്നോ? നിങ്ങൾ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ എത്തിക്കാവുന്നില്ലേ? നിങ്ങളത് മറന്നോ? നിങ്ങളത് മറന്നോ? അയാൾ ചോദിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളത് മറന്നോ? നിങ്ങൾ മദീന പള്ളിയിൽ എത്തിക്കാൻ വിളിക്കുന്നവരാണ്. എന്റെ വിഷയങ്ങൾ പുറത്തിറങ്ങി പോലെ എന്താണ് ചെയ്യുന്നത്? ഉടൻ തന്നെ പറയും, ശരിയാണ്, എനിക്കതൊക്കെ ബോധമുണ്ട്, എനിക്കതൊക്കെ അറിയാം. പക്ഷേ ഇവിടെ സാഹിബ് ഈ ഖബറിൽ തുടർന്ന എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാചകത്തെ, അവിടുത്തെ വചനത്തെ ഞാൻ ഓർക്കുകയാണ്. അവിടുത്തെ പറഞ്ഞ വചനം എന്താണ്? ഒരാൾ തന്റെ സഹോദരന്റെ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ അതിനു വേണ്ടി പുറപ്പെട്ടാൽ അത് ഈ പള്ളിയിൽ 20 കൊല്ലം ഇഅ്തികാഫിനേക്കാൾ മഹത്വമാണ് എന്ന് എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ച വചനം ഓർക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കുമെന്ന സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല സാമൂഹ്യ പ്രവർത്തനമുണ്ട്, ഒരു സേവനം അത് വളരെ വലുതാണ്, അത് നിസ്സാരമല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചില ആളുകളൊക്കെ എനിക്കൊന്നുണ്ട്, പണ്ട് വർഷങ്ങൾക്ക് എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരു കൊല്ലം പരാജയപ്പെട്ടതാണ്. പിറ്റേന്ന് കൊല്ലം ഉണ്ടായതാണ് അത് ഉണ്ടാക്കിയതാണ്. വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചിലതൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഒരു പൂർണ്ണത എത്തുമ്പോഴാണ് ആളുകൾക്ക് ബോധ്യമാകുന്നത് ഇത് ആവശ്യമാണ്, ഇത് ആവശ്യമാണ്, ഇത് അത്യാവശ്യമാണ് എന്ന് ബോധ്യമാകും. അപ്പോൾ പിന്നെ എതിർത്തവർ അല്ലെങ്കിൽ അനുകൂലിക്കാത്തവർ സ്വാഭാവികമായിട്ടും അതിന്റെ ആളുകളായിട്ട് മാറും. ആ രീതിയിലേക്ക് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മേഖലയെ കുറിച്ച് കർമ്മസേനാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ, ആശ്വാസത്തിന്റെ പ്രവർത്തനം ഒരു നാട്ടിൽ നടത്തുക എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലേ, വിശുദ്ധ ഖുർആനിൽ അലാ ഹബ്ബി മിസ്കീനാ വയതീമാ വഅസീറാ ആരെക്കുറിച്ച് പറഞ്ഞു? പുണ്യവാന്മാരെ കുറിച്ച്, നന്മ ചെയ്യുന്ന ആളെ കുറിച്ച്, വളരെ വലിയ സ്ഥാനമുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞത്. ഒരുപാട് നിസ്കരിക്കുന്നവരല്ലോ, ഒരുപാട് നോക്കുന്നവരല്ല, ഒരുപാട് ഹജ്ജ് ചെയ്തവരല്ല, അവിടെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതിനേക്കാൾ അപ്പുറത്തെ വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞു. ഭക്ഷണം നൽകുന്നവർ, അനാഥർക്ക് ഭക്ഷണം നൽകുന്നവരെ, യതീമുകളെ സംരക്ഷിക്കുന്നവരെ, തടവിലാക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്നവരെ, അവർക്ക് വേണ്ട സഹായം നൽകുന്നവരെ, ഇവരാണ് പുണ്യം ചെയ്തവരെ, ഇവരാണ് സുകൃതം ചെയ്തവരെ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒന്നാമത്തെ സൂറത്തിലെ ഫാത്തിഹ കഴിഞ്ഞ് രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. അല്ല, സൂറത്തുൽ ബഖറ അതിൽ പറയുന്നത് എന്താണ്? الذين يؤمنون بالغيب ويقيمون الصلاة
മുത്തഖീങ്ങളെ കുറിച്ച് പറയാം. മുത്തഖീങ്ങൾ മുഅ്മിനീങ്ങളെല്ലാവരാണ്. ഇവരെ കുറിച്ച് പറയാമോ? അദൃശ്യ കാര്യങ്ങളെ വിശ്വാസമുള്ളവർ, അദൃശ്യ കാര്യങ്ങളെ വിശ്വസിക്കുക. അതിന്റെ ഒരു മുത്തഖിയുടെ പ്രധാന ഗുണമാണ് അദൃശ്യ കാര്യങ്ങളെ വിശ്വസിക്കുക. അതോടൊപ്പം നിസ്കാരം നിലനിർത്തുക. പിന്നെ അതിന്റെ കൂടെ പറഞ്ഞ വചനം എന്താണ്? ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നമ്മൾ നൽകിയത് ചെലവഴിക്കുന്ന ആളുകൾ അവരാണ് മുത്തഖീകൾ, മുഅ്മിനീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ തുടക്കം തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ പറഞ്ഞ വിഷയം നമ്മൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുക എന്ന് പറയുന്നത് അതിന് പ്രതിഫലം അഗതികൾക്ക്, അനാഥകൾക്ക്, അതുപോലെ വിധവകൾക്ക്, രോഗികൾക്ക്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നു, ഇവരെല്ലാം സഹായിക്കാൻ വിശുദ്ധ ഖുർആൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞു. നിസ്കാരത്തെക്കുറിച്ച് സൂചനകൾ മാത്രമേ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കൂ. പക്ഷേ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ധാരാളം ആയത്തുകൾ എണ്ണിയാൽ എത്രയോ ഇഷ്ടക്കണക്കായ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. എന്നാലോ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ധരിക്കുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, നോമ്പിനെ കുറിച്ച് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട്? ആ നിർബന്ധമായ കടമയാണ്, അത് അല്ലാഹുവുമായുള്ള ബന്ധമാണ്. പക്ഷേ സമൂഹം, സമുദായം, ഒരു സൊസൈറ്റി, ഒരു നാട്, ഒരു രാജ്യം, അതിനോടുള്ള ബന്ധം, അവിടെ നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഒരുപാട് ഇടങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിലും ഒരു ഹദീസിലും കാണാൻ സാധിക്കുന്നു. ബിബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞല്ലോ. അബൂ ദർ വിളിച്ചു പറഞ്ഞു, അബൂദറേ, നിങ്ങൾ കറിയുണ്ടാക്കിയാൽ അതിനൽപ്പം വെള്ളം ചേർത്തിട്ടെങ്കിലും നിങ്ങൾ അയൽവാസിയെ പരിഗണിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സാമൂഹ്യ ബോധമാണത്, സാമൂഹ്യ ബോധമാണത്, അയൽപക്ക ബോധമാണത്, കുടുംബ ബോധമാണത്. അവൻ ആരാണെന്നുള്ളതില്ല. നിങ്ങളൊരു കറി പാകം ചെയ്താൽ അല്പം വെള്ളം ചേർത്തോളൂ. എന്നാലും വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം ചേർക്കണമെന്നല്ല, അത് ഇല്ലെങ്കിൽ വെള്ളം ചേർന്നിട്ടെങ്കിലും അയൽക്കാരെ പരിഗണിക്കണമെന്ന് പറയുമ്പോ അത് മുസ്ലിമായാലും അമുസ്ലിമായാലും ഏത് മതസ്ഥരായാലും അവരെ പരിഗണിക്കണമെന്ന് പറയുന്നത് അത് സാമൂഹ്യമായ ഒരു ബന്ധത്തിന്റെ, ഒരു ബോധത്തിന്റെ. പരിശുദ്ധ ഇസ്ലാം ധാരാളം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസ് അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ് നബിയെ? അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ് നബിയെ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി ചോദിക്കുകയാണ്, അയ്യുന്നാസ് അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ് നബിയെ? അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ് നബിയെ? രണ്ട് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ജനങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? രണ്ടാമത്തെ ചോദ്യം ഏറ്റവും നല്ല പ്രവർത്തനം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പ്രവർത്തനം അതേതാണ്? രണ്ട് ചോദ്യം. ഈ രണ്ട് ചോദ്യത്തിന്റെ മറുപടിയാണ് ഇവിടെ ആശ്വാസത്തിന്റെ പ്രവർത്തകരായ കർമ്മസേന ഭടന്മാരായി അണിനിരന്ന ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ മറുപടിയാണ് റസൂൽ പറയുകയാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇസ്ലാമിന്റെ അടിത്തറയാണ് വലിയ ഇബാദത്താണ്, നോമ്പ് വലിയ ഇബാദത്താണ്. ഇവിടെ മറുപടി ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. മറുപടി പറയേണ്ടത് ധാരാളം നിശ്ചയിക്കുന്നവരെയാണ് അല്ലാഹുവിനെ ഇഷ്ടമെന്നാണ് പറയേണ്ടത്. പക്ഷേ മറുപടി എന്താണെന്നത്? മറുപടി എന്താണ് വന്നത്? നമ്മൾ വെള്ളത്തിൽ പോയ ആളുകളെ രക്ഷപ്പെടുത്തുമ്പോൾ, അല്ലെ പ്രളയത്തിൽ പെട്ടുപോയ ആളുകളെ, വീട് പൊളിഞ്ഞു പോയ ആളുകളെ, നമ്മുടെ നാട്ടിൽ രോഗമായി കിടന്നുപോയ ആളുകളെ അവരെ കൈപിടിക്കുമ്പോൾ, അവർക്ക് ആശ്വാസമേകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹുവിനെ ഏറ്റവും
ഇഷ്ടപ്പെട്ട പണിയാണ് ആ പണി. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമാരെയാണെന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അംറഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാകാം, ഏതുമാകാം, ചെറുതുമാകാം, വലുതുമാകാം, അല്ലെ രോഗികളാകാം, വിധവകളാകാം, അഗതികളാകാം, അനാഥരാകാം, ആരുമാകാം, കടങ്ങളുടെ പ്രയാസമുള്ളവരാകാം, ആരുമാകാം, അവർക്കെല്ലാം ഉപകാരം ചെയ്യുക. അങ്ങനെ ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പക്ഷേ അവർ നമ്മുടെ കാഴ്ചയിൽ അത്ര വലിയ ആളൊന്നായിരിക്കില്ല, നമ്മുടെ കാഴ്ചയിൽ അത്ര വലിയ മഹത്വമുള്ളവരൊന്നായിരിക്കില്ല. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ശരീരം അധ്വാനിക്കുന്നവരെ കർമ്മസേനയുടെ പ്രവർത്തനമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അല്ലാഹുവിന്റെ വലിയ സ്ഥാനം നേടി ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ കർമ്മസേന അതിന്റെ പ്രവർത്തനം, ആശ്വാസത്തിന്റെ പ്രവർത്തനം, അത് നമ്മൾ നമ്മളതിന്റെ പ്രവർത്തകരും വാഹകരും അതിന്റെ പ്രചാരകരും എല്ലാ അർത്ഥത്തിലും മനസ്സാ വചാ ഏറെ ആരെ അതിനെ നിരാകരിച്ചാലും നിസ്സാരമാലും നമ്മുടെ പ്രവർത്തനം നടത്തുമ്പോൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു നമ്മൾ കണ്ടാൽ ഇതിന്റെ പ്രതിഫലം രണ്ടാമത്തെ ചോദ്യം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ്? അതിന് മറുപടി പറഞ്ഞത് ഒരാളെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനമാണ്, മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുന്ന വാക്ക്, മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുന്ന പ്രവർത്തനം, അല്ലെങ്കിൽ അവരുടെ പ്രയാസം അകറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കടം വീട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ വിശപ്പകറ്റി കൊടുക്കുക. ഇതാണ് ഏറ്റവും നല്ല പ്രവർത്തനമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയത്. പാതിരാവിന്റെ നിസ്കരിക്കണമെന്നല്ല, ഒരുപാട് നോമ്പ് നോക്കണമെന്നല്ല, ഒരുപാട് ഹജ്ജ് ചെയ്യണമെന്നല്ല. പറഞ്ഞ വാചകങ്ങളാണ് മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു വാക്ക്, ഒരു പ്രവർത്തനം, മറ്റൊരാളുടെ പ്രയാസം ചെയ്യുക, മറ്റൊരാളുടെ കടം വീട്ടി കൊടുക്കുക, മറ്റൊരാളുടെ വിശപ്പ് അടക്കുക എന്നാണ് മുഹമ്മദ് മുസ്തഫ. ഒരു പൂച്ചയെ സഹോദരി, ആ പൂച്ചയെ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തിയ ഒരു പെണ്ണ്, ആ പെണ്ണ് നരകം ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. പൂച്ചയെ കെട്ടിയിടലാണ്, പൂച്ചയെ കെട്ടിയിടലാണ്, പൂച്ചയെ അഴിച്ചുവിടലാണ് മതം എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് സഹജീവികളോട് പോലും ഈ ഒരു പെരുമാറ്റ തത്വത്തെ ലോകത്തിന്റെ മുന്നിൽ കാണിച്ച ആരാണ്? കാരുണ്യം. കാരുണ്യം ലോകത്തിലേക്ക് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അശ്വാസത്തിലൂടെ, കർമ്മസേനയുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സാമൂഹ്യമായ നന്മയാണ്. മറ്റ് ജീവികളോട് പോലും, സഹജീവികളോട് പോലും ഈ ഒരു കാരുണ്യ പ്രവർത്തനം പരിശുദ്ധ റസൂൽ ഒരു നായകളെ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേര് സ്വർഗം നേടിയ ഒരാളെ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഇതിന്റെ വിഷയം? അതൊരു മാനസികമായി അല്ലാഹുവിന്റെ സൃഷ്ടികളോടുള്ള ആ ഒരു ബഹുമാനം, ആ ഒരു ആദരവ് കാണിക്കുവാൻ വളരെ പ്രധാനമാണ്. നമ്മൾ കാണാറുണ്ട് ചെറിയ പക്ഷികൾ വെള്ളം വെച്ച് കൊടുക്കുന്ന കുട്ടികളെ, പക്ഷികൾക്ക് ചെറിയ പാത്രങ്ങളിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടാണ് ചില വീടുകളിൽ കാണാം. അത് വല്ലാത്തൊരു സന്തോഷമാണ്, അത് വല്ലാത്തൊരു സുഗന്ധമാണ്. സ്നേഹം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചയെ കെട്ടിയിട്ടവന് നരകം, അല്ലേ? നായക്ക് വെള്ളം കൊടുത്തവന് സ്വർഗം. അതാണ് ഈ മതത്തിന്റെ ആ ഒരു വല്ലാത്ത ഒരു തനിമാല. ഞാൻ പറഞ്ഞു വരുന്നത് കർമ്മസേനയിലൂടെ, ആശ്വാസത്തിലൂടെ ഒരു ആശ്വാസ പ്രവർത്തനങ്ങളുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് സമൂഹത്തിന്, സമുദായത്തിന്, നാടിന് മതമൈത്രിയായിട്ട് മാറണം. അത് എല്ലാ മതസ്ഥരുടെയും
ഏറ്റെടുക്കുകയും ഈ ഒരു സഹായം ചെയ്യുമ്പോൾ മതത്തെ അടുത്തറിയാൻ അവർക്ക് സാധിക്കും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ഹദീസിൽ കാണാം, വമൻ മശാ, ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു, വമൻ മശാ മഅഅഹി ഫീ ഹാജതി, ഒരു സഹോദരന്റെ കൂടെ ആ സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഹത്താ യസ്ബുത, അത് സ്ഥിരപ്പെട്ട് അത് പൂർത്തീകരിക്കുന്നുണ്ട്. ഒരു സഹോദരന്റെ കൂടെ സഞ്ചരിച്ച നടന്നാൽ അവനെ അസ്ബല്ലാഹു യൗമ തസൂറുൽ അഖദാം, പാദങ്ങൾ കാലുകൾ ഇടറിപ്പോകുന്ന അന്ത്യനാളിന്റെ ദിവസം അല്ലാഹു അവന്റെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരാൾ വിഷയം പറഞ്ഞു. അത് ഏതെങ്കിലും ഒരാളാവാം, നമ്മുടെ സുഹൃത്താവാം, കുടുംബക്കാരാകാം. അപ്പൊ അയാളെ പോയി കൊടുത്തു പഞ്ചായത്തിൽ നിന്ന്, അല്ലെങ്കിൽ വില്ലേജിൽ പോയി കൊടുത്തു, അല്ലെങ്കിൽ പഞ്ചായത്തിൽ മെമ്പറെടുക്കുന്നത് പോയി കൊടുത്തു, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ അടുത്തുനിന്ന് പോയി കൊടുത്തു. അയാൾ ആ പ്രശ്നം പരിഹരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവർക്ക് മഹ്ശറിൽ നേരാവണ്ണം ആർജവത്തോടെ നിലനിൽക്കാനുള്ള അവസരം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ബോധ്യമാകുന്ന ഒരു വിഷയമുണ്ട്. എന്താ ആരാധന എന്ന് പറയുന്നത്? കേവലം പള്ളികളിൽ 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളതല്ല, കേവലം റമദാനിൽ നോമ്പ് നോക്കുക എന്നുള്ളതല്ല, ഹജ്ജ് ചെയ്യുക എന്നുള്ളതല്ല. അത് മാത്രമല്ല, അത് നിർബന്ധമായ ചില കർമ്മങ്ങൾ മാത്രമാണ്. മറ്റുള്ള വിശാലമായ അർത്ഥത്തോടെ ഇസ്ലാമിന്റെ സാമൂഹ്യ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ കാരുണ്യത്തോടെ, സ്നേഹത്തോടെ, അവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകളുമായിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അത് ഇത്തരം പ്രവർത്തനങ്ങളുടെ ആകുമ്പോൾ ഒന്നുകൂടെ മഹത്തരമാണ് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരെ 5 കാര്യം പറഞ്ഞു. പരസ്പരമുള്ള ബന്ധങ്ങൾ, കടമകൾ പറയുമ്പോൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറിച്ച് വായിക്കുമ്പോൾ അത് വല്ലാത്ത ബന്ധങ്ങളെയാണ് കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ പറയുന്നത്. ബന്ധങ്ങളെ ഏത് സന്ദർഭത്തിലും ഒരാൾക്ക് മറ്റൊരാളുടെ കടമ 5 എന്ന് പറയുമ്പോൾ ഒന്ന് സലാം പറയാം. എന്താണ്? അതൊരു ബന്ധമാണ്, അല്ലെ? ഒരാൾ മറ്റൊരാളെ ബന്ധപ്പെടുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ്. ആ ഒരു കടമ, ആ ഒരു കടപ്പാട് നമ്മുടെ കർമ്മസേനാ പ്രവർത്തനത്തിൽ നടക്കപ്പെടുകയാണല്ലോ. ഒരു വീട് തകർന്നു, നമ്മുടെ ഇവിടെ കുടിയിരിക്കപ്പെടാൻ പോകുന്ന സജ്ജമായി കൊണ്ടിരിക്കുന്ന ആ ഒരു ഭടന്മാരിൽ നിന്ന് പെട്ടെന്ന് അവിടെ എന്തായാലും അവർക്ക് വേണ്ട സഹായങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള മനസ്സുകൊണ്ടുള്ള ആ ഒരു തയ്യാറെടുപ്പും ശരീരം കൊണ്ടുള്ള പ്രയത്നം അതൊരു ബന്ധമാണ്, അതൊരു ഭക്തത നിർവഹണമാണ്. വിശുദ്ധ റസൂൽ പറയാൻ ബന്ധമാണ്. ഇസ്ലാമിൽ എപ്പോഴും ബന്ധമാണ്. ലോകത്തുള്ള സകല ജനങ്ങളോടും ബന്ധമാണ്. നമസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലേ? നമസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ലോകത്തുള്ള നമ്മുടെ ഫലഭാഗത്തെ ലോകത്തിൽ എത്ര ആളുകളുണ്ടോ, മലക്കുകളും മുഅ്മിനീങ്ങളുമായ ആളുകളുണ്ടോ, അവർക്കെല്ലാം അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് ലോകത്തോടുള്ള ബന്ധമാണ്. ഇടപാടുകൾ സലാം പറയുമ്പോൾ മലക്കുകളുടെ മുഅ്മിനീങ്ങളോടുള്ള ബന്ധമാണ് അവിടെ സ്ഥാപിക്കുന്നത്. കേവലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നമ്മൾ ആരോടും പ്രത്യേകമായിട്ട് പറയില്ല. നമ്മുടെ വലഭാഗത്ത് ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഈ സലാം അല്ലാഹു നൽകുകയാണ്. ഇടഭാഗത്ത് ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം അല്ലാഹു സലാം നൽകുകയാണ്. പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഒരു ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളെ സുദൃഢമാക്കാൻ നമ്മുടെ ഇതുപോലെയുള്ള പ്രവർത്തനം ആശ്വാസത്തിന്റെ പ്രവർത്തനമായിട്ട് നമ്മുടെ ഈ ആശ്വാസം പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിന്റെ മുതൽക്കൂട്ടായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. റസൂൽ പറയാണ് സലാം പറയാ, അല്ലാതെ മറ്റുള്ളവരുമായിട്ട് അസ്സലാമു അലൈക്കും സലാം പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കണക്റ്റാണ്. പിന്നെ അൽഹംദുലില്ലാഹ് ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്ന് പറയാം, അതൊരു ബന്ധമാണ്. ഇവിടെ
എവിടെയും ബന്ധമാണ്. ക്ഷണം സ്വീകരിക്കുക കടപ്പാടാണ്, അതൊരു ബന്ധം. ക്ഷണം സ്വീകരിക്കുക അതൊരു ബന്ധം. മൂന്നാമത്തെ രോഗ സന്ദർശനം, അതൊരു ബന്ധം. എല്ലായിടത്തും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗ സന്ദർശനത്തെ കുറിച്ച് പല ഇടങ്ങളിലും പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതൊരു ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. ജനാസയെ അനുഗമിക്കുക, മരിച്ച ആളുകളോട് പോലും അവരെ എത്തുന്നത് വരെ അവരോടുള്ള ബന്ധം സ്ഥാപിക്കണമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. ഇതിന് സാമൂഹികമായ ബന്ധം ഒരു കടപ്പാടാണ്. ആ കടപ്പാട് നമ്മുടെ പദ്ധതിയിലൂടെ ഒരു സംരംഭത്തിലൂടെ നടപ്പാക്കപ്പെടുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. വലിയ പ്രതിഫലമാണ്. ഈ കൊറോണ കാലത്ത് ഒരുപാട് സംഘടനകൾ നമുക്കറിയാം. നമ്മുടെ സമസ്ത കേരള ജമിഅത്തുൽ കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ ധാരാളം ഒരുപാട് കൊറോണ കൊണ്ട് മരിച്ച ജനാസ സംസ്കാരം നടത്തിയിട്ടുണ്ട്. അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം ചില്ലറയല്ല, വളരെ വലുതാണ്, എണ്ണിയാൽ തീരാത്തതാണ്. അവർ സാമൂഹ്യമായ ഈ ഒരു കർമ്മ പദ്ധതി, ഈ ഒരു കർമ്മസേനയിലൂടെ നടത്തപ്പെടുന്ന ഈ ഒരു പ്രവർത്തനത്തെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ ആദ്യം പറഞ്ഞു അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന്. ഇത് എന്റെ വാക്കല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു രോഗിയായ നമ്മളൊരാൾ അല്ലെങ്കിൽ നമ്മുടെ ആശ്വാസ പ്രവർത്തനത്തിലൂടെ നമ്മൾ പോയി കണ്ട ഒരു വീട്ടിൽ പോയി കണ്ട രാവിലെയാണ് ഒരാൾ പോകുന്നത് എങ്കിൽ അയാൾക്ക് വൈകുന്നേരമാകുന്നത് വരെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള 70,000 മലക്കുകളെ ഏർപ്പെടുത്തുന്നത് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കർമ്മസേനാ പ്രവർത്തനമായി ആശ്വാസത്തിന്റെ പ്രവർത്തനമായി നാരായണ ചേർന്നിട്ട് രോഗിയായ ആളുടെ വീട്ടിൽ പോയിട്ട് മടങ്ങി വരുമ്പോ രാവിലെ പോയവരാണെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു 70,000 മലക്കുകളെ നിയോഗിച്ചിട്ടും ചെയ്യുന്ന ആളുകളെയാണ് മുഹമ്മദ് മുസ്തഫ. ചെറിയ വിഷയമല്ല. കേവലം ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്നത് പോലെ ഒരു വിഷയമല്ല. ഒരു രോഗിയെ രാവിലെ പോയി കണ്ടാൽ ആ വൈകുന്നേരം ആകുന്നത് വരെ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു 70,000 മലക്കുകളെ നിലനിർത്തിയിട്ടുണ്ട്. വൈകുന്നേരം പോയി സന്ദർശിച്ചാൽ രാവിലെ വരെ പ്രാർത്ഥിക്കാൻ അല്ലാഹു 70,000 മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളാകുമ്പോൾ അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാകും. എന്താ ചോദ്യം അറിയാം? വല്ലാത്തൊരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാകും. ആദം സന്തതികളുടെ ചോദ്യം. റസൂൽ പറയാണ്, അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മരിതു ഫലം തഅുദിനി. ആ ചോദിക്കുന്ന ചോദ്യം അല്ലാഹു ചോദിക്കുന്ന ചോദ്യം. എന്താ ചോദ്യം? മരിതു ഫലം തഅുദിനി. ഞാൻ രോഗിയായി കിടന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്റെ വഴിയിൽ കണ്ടില്ല? ആര് ചോദിക്കും? അല്ലാഹു ചോദിക്കുമ്പോൾ എന്താ ചോദ്യം? ഞാൻ രോഗിയായി കിടന്നു, അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സന്ദർശിച്ചില്ലല്ലോ. അപ്പോൾ മറുപടി അല്ലാഹു പറയുന്ന പറയാണ്, നമ്മളൊക്കെ പറയുന്ന ഒരു മറുപടി ഉണ്ട്. എങ്ങനെയാണ് രോഗിയായ നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് സന്ദർശിക്കുക? നീ റബ്ബുൽ ആലമീനാണല്ലോ, നീ രക്ഷിതാവാണല്ലോ, നീ ഇലാഹാണല്ലോ, നീ ഇലാഹാണ്, അല്ലാഹുവാണല്ലോ. പിന്നെ നിനക്ക് ഇങ്ങനെ രോഗമാകും, നിന്നെ ഞങ്ങൾ എങ്ങനെ സന്ദർശിക്കും എന്ന ചോദ്യമാണ്. ആര് ചോദിക്കുക? ആദം സന്തതികളൊക്കെ ചോദിക്കുന്ന ചോദ്യം അല്ലാഹുവോട്. അപ്പോൾ അല്ലാഹു പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ ഫലം തഅദുഹു. നിങ്ങൾക്കറിയില്ലേ ഇന്നാലിന്ന ഒരാൾ നിങ്ങളുടെ നാട്ടിൽ രോഗമായി കിടന്നിരുന്നു, അയാൾ നിങ്ങൾ പോയി കണ്ടില്ല, അയാൾ നിങ്ങളുടെ രീതിയിലും സമൂഹമായിട്ടോ ഒരു സൗഹൃദമായിട്ടോ വ്യക്തിബന്ധമായിട്ടോ നിങ്ങൾ പോയി കണ്ടിട്ടില്ല. അമാ അലിംത അന്നക ലഅതുഹു ലവജദതനി ഇൻദ. നിങ്ങൾ അയാളെ പോയി സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ കാണുന്നത് പോലെയാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മശ്റഖിൽ വെച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു പറയുന്ന മറുപടിയാണത്, നിങ്ങൾ ആ രോഗിയെ പോയി കണ്ടിരുന്നെങ്കിൽ അത് എന്നെ കാണുന്നത് പോലെ
എന്ന് പറഞ്ഞാൽ എന്റെ സാമീപ്യം നേടാൻ അത് കാരണമാണ്. ഒരു രോഗിയെ ആശ്വാസിപ്പിക്കൽ, ഒരു രോഗിയെ സമാശ്വസിപ്പിക്കൽ, ഒരു രോഗിയുടെ തലക്ക് പോയി അത് അല്ലാഹുവിനോടുള്ള അടുപ്പമാണ്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമാക്കിയത്. ഇത് വെറുതെ ആവുകയില്ല. ഇത് ഈ ലോകത്തും പരലോകത്തും അല്ലാഹു വലിയ പ്രതിഫലം നൽകാൻ നമുക്ക് കാരണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ നിസ്സാരമായ കാര്യമല്ല. ഈ അവസരം കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഓരോ നമുക്ക് അല്ലാഹു അവസരം നൽകും. ആ അവസരം അതൊരു നിധിയാണ്, അതൊരു മതായി നമ്മൾ വാരിയെടുക്കുകയും അത് ഉപയോഗിക്കുകയും അത് ചെയ്യാൻ ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു അത്ഭുതമായിട്ട് മാറുന്നത്, വല്ലാത്ത സുഹൃത്തായിട്ട് മാറും. നമ്മുടെ നാട്ടിൽ യതീമുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, പരിചയത്തിലുണ്ട്. ആ യതീമിനൊന്ന് തലോടിയാൽ ആ യതീമിനെ സംരക്ഷിക്കാൻ പുറപ്പെട്ടവൻ അവനും ഞാനും സ്വർഗത്തിൽ ഇതേ പ്രകാരമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ആശ്വാസത്തിന്റെ പ്രവർത്തനം ഇതാണല്ലോ, കർമ്മസേനയുടെ പ്രവർത്തനം ഇതാണല്ലോ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിചയത്തിൽ ഒരു അനാഥനായ കുട്ടി പ്രയാസപ്പെടാൻ പാടില്ല. അങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് നാട്ടിന്റെ തകർച്ചയാണ്, ഒരു കുടുംബത്തിന്റെ തകർച്ചയാണ്. ഇതാരെ പറഞ്ഞു? പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളൊരു സഹാബി പുണ്യ റസൂലിനോട് പരാതി പറഞ്ഞു. എന്താ പരാതി പറയാ? എന്താണ് പരാതി? അയാൾ പറയാണ്, എന്റെ ഹൃദയം വല്ലാത്ത കാഠിന്യം, എന്റെ ഹൃദയം വല്ലാത്ത കാഠിന്യമാണ്. ഒന്നിനോടും ഒരു അറിവില്ല, ഒന്നിനോടും ഒരു മനസ്സ് അങ്ങോട്ട് അടുക്കുന്നില്ല. എല്ലാം വല്ലാത്തൊരു വക്രീയമായ ചിന്തയിലാണ്, ഒരു ബുദ്ധിയോടെയാണ് എനിക്ക് സമീപിക്കാൻ സാധിക്കുന്നത്. എന്റെ മനസ്സ് പ്രതിസന്ധിയായി പോയി എന്നൊരു സഹാബി പുണ്യ റസൂലിനോട് പോയി പറഞ്ഞു. ഹൃദയം കടുത്തുപോയി. അപ്പൊ ആ സഹാബിയോട് പുണ്യ റസൂൽ പറഞ്ഞു, നിന്റെ കൽബിനെ, നിന്റെ മനസ്സിനെ നന്നാക്കാൻ, നിന്റെ മനസ്സിനെ മത്സരമാക്കാൻ, നിന്റെ മനസ്സിനെ മഞ്ഞുതുള്ളി പോലെ, നിന്റെ മനസ്സിനെ മഞ്ഞുതുള്ളി പോലെ വളരെ ഗൗരവമായിട്ട് മാറ്റാൻ കഴിയണമെങ്കിൽ നീ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട്. അനാഥർക്ക് ഭക്ഷണം നൽകണേ, അഗതികൾക്ക് ഭക്ഷണം നൽകണേ, അനാഥരുടെ തല പോലെ തടവണേ. ഇത് രണ്ടും നീ ചെയ്താൽ നിന്റെ മനസ്സ് ലോലമാകും, നിന്റെ മനസ്സിന്റെ കടുകെട്ടി മാറും. പുണ്യ മുഹമ്മദ് മുസ്തഫ രണ്ടു വരുന്ന മനസ്സിന് കടുകെട്ടിയിട്ട് ആരോടും ഒരു അറിവ് തോന്നുന്നില്ല. എല്ലാവരോടും സമീപനമാണ്, എല്ലാവരോടും ഉറപ്പുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വഴികളാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനുള്ള കുടിയെ, അനാഥരുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലും നാട്ടിലുണ്ടെങ്കിൽ അവരുടെ തലയിലുള്ള കൈവച്ച് ഇത് മനസ്സിലോരമാകാൻ കാരണമാണ്. ആരോട് വെച്ചു? മുഹമ്മദ് മുസ്തഫ. ഇതാണ് പ്രിയപ്പെട്ടവരെ, കർമ്മസേനയോട് ലക്ഷ്യമിടുന്നതാണ്. കർമ്മ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആശ്വാസിയോടെ ചെയ്യപ്പെടുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളാണ് മുഹമ്മദ് മുസ്തഫ ചെയ്യാണ്. ഒരാൾ ഒരു അനാഥന്റെ തലയിൽ കൈവച്ചാൽ, ഒരു എത്തിയിട്ട് നമ്മുടെ വീട്ടിലുള്ള നാട്ടിലുള്ള പരിചയത്തിലുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ തലയിൽ കൈവച്ചാൽ ഈ കൈവെള്ളയിൽ പറയാം, ഈ കൈവെള്ളയിൽ എത്ര തലമുടി സ്പർശിക്കുന്നുണ്ടോ അതിന്റെ എണ്ണമനുസരിച്ച് നന്മകൾ രേഖപ്പെടുത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതാണ് ലക്ഷ്യം. ഈ കൈവെള്ളയിൽ സ്പർശിക്കപ്പെടുന്ന, തൊടുന്ന ആ മുടിയുടെ എണ്ണകൾ എത്രയും അത് എണ്ണാൻ പറ്റില്ല, അത്രയും നന്മകൾ ഉണ്ടാകും. ഇതാരെ പറയാണ്? പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാട്ടിലെ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വീട് എന്ന് പറയുന്നത് ഒരു യതീം വളർത്തുന്ന വീടാണ്. ഒരു യതീം വളർത്തുന്ന വീടാണ്. ആ യതീമിലേക്ക് നന്മകൾ ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള വീടാണ്
ആര് ഭാവിച്ചു? മുഹമ്മദ് മുസ്തഫ. യതീമാർക്കുന്ന വീട്, ആ വീട്ടിലായ യതീമിന് എല്ലാ നന്മകളും ആ വീട്ടുകാരിലൂടെയോ അതല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെയോ ചെയ്യപ്പെടുമ്പോൾ ആ വീട് ഏറ്റവും ഉത്കൃഷ്ടമായ വീടാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാം ഈ ഒരു സാമൂഹിക ബോധത്തിന് നൽകുന്ന, ഈ ഒരു സംരക്ഷണത്തിന് നൽകുന്ന, ഈ ഒരു ചിന്താ മേഖലയ്ക്ക് നൽകുന്ന, ഈ ഒരു പ്രവർത്തന മേഖലയ്ക്ക് നൽകുന്ന മഹത്വം എത്രയാണ് വല്ലാത്തൊരു വിഷയമാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ വീടാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏറ്റവും ശബ്ദമായ വീടെന്ന് പറയുമോ ഏറ്റവും മോശപ്പെട്ട വീടാണ്. അതും റസൂൽ പറയാണ്, യബീതു ബൈതു മുസ്ലിമിൻ യബീതു ഫീഹി യതീമുൻ വഅനാദൻ പറയുന്ന വീടാണ്. യുസാഖിലൈ ആ അനാഥയിലെ മോശമായ പെരുമാറ്റങ്ങൾ നടക്കുന്നു. ആ അനാഥന് വേണ്ട രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഭക്ഷണ പ്രയാസമാണ്. ആ വീടാണ് ഒരു നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട വീട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങനെ 4 വീട് നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ നമ്മുടെ നാട് മോശമായി. അങ്ങനെയാണ് അല്ലേ? ഒരു 10-15 കണ്ടുപിടിയന്മാർ നാട്ടിലുണ്ടെങ്കിൽ നാടിന് മോശമാണ്. അതേപോലെ 10-20-30 നല്ല പ്രവർത്തകരായ ആളുകൾ നാട്ടിലുണ്ടെങ്കിലോ അത് നാട്ടിന്റെ അഭിമാനമാണ്. അല്ലേ? നമ്മുടെ ചില നാടിനെ കുറിച്ച് പറയുന്നത് എന്റെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്റെ നാട്ടിലൊക്കെ പറയാറുണ്ട് വലിയ സമ്പന്നരായ ആളുകളാണ് അവരെ. ചേർന്നവരിലൂടെ പത്രവുമായി ബന്ധപ്പെട്ട ധാരാളം ജീവനക്കാരുണ്ട്. പല നാട്ടുകാരും പറയും അത് ഈ നാട്ടിന്റെ ഒരു പ്രത്യേകതയായിട്ട് അഭിമാനമായിട്ട് മറ്റുള്ളവർ പറയാം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെടുന്ന, പ്രതിസന്ധിയിൽ ജീവിക്കുന്ന, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ വീട്ടിലും അങ്ങനെ പല പ്രയാസങ്ങളായി ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് ജീവിത മാർഗത്തിന് വേണ്ടി യാചിക്കുന്ന അവിടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നാടിന്റെ തകർച്ചയാണ്. ആ തകർച്ചയെ അതിനെ കൈപിടിച്ച് നിർത്താൻ, അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ്, ആശ്വാസത്തിന്റെ പ്രവർത്തനമാണ്. ഈ ആശ്വാസത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് ഞാൻ പറഞ്ഞു പോകുന്നത് ഇത് എന്തല്ല, ഒരു നിസ്സാരമായ സംഗതിയല്ല. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നേട്ടങ്ങളും മഹത്വങ്ങളും പഠിപ്പിച്ച ഒരു മേഖലയാണ് ഇത്. സാമൂഹ്യമായ നന്മകൾ എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ വിട്ടുപിരിഞ്ഞു പോയല്ലോ. എത്ര എണ്ണിയാതിരാത്ത ആളുകളെ കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലെ നമ്മുടെ കുടുംബക്കാർ, നാട്ടുകാർ, ഉസ്താദുമാരെ അവരൊക്കെ നമ്മളെ ഓർമ്മയാണ്. അവരെ ഓർത്തുകൊണ്ട് ആശയങ്ങളുടെ കടമയാണ്. ഇത്തരം പ്രവർത്തനത്തിലൂടെ ലഭ്യമാകുന്ന നേട്ടം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ ഒരു കൂട്ടായ്മയോടെ നമുക്ക് ലഭ്യമാക്കപ്പെടുന്ന വലിയൊരു നന്മയാണ്. നമ്മൾ മരിച്ചാൽ ആളുകൾ പറയും ഇന്നാലും ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അതിനു വേണ്ടി ശരീരം കൊണ്ട് പ്രാപിക്കുന്ന ആളായിരുന്നു, അതിനു വേണ്ടി ഓടി നടന്ന ആളായിരുന്നു മനസ്സുകൊണ്ട് നാട്ടുകാർ പറഞ്ഞാൽ അവർ രക്ഷപ്പെടും. മുഹമ്മദ് മുസ്തഫ ഒരാൾ മരിച്ചാൽ നാട്ടിലൊക്കെ മനസ്സിലാക്കി അയാൾ മനുഷ്യന്റെ പ്രശ്നനെ വല്ലാത്തൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. നാട്ടുകാരെ അവരുടെ മനസ്സിൽ, അവരുടെ നാക്കിൽ, അവരുടെ നാവിൽ ഒരു സംസാരം അയാൾ സ്വർഗ്ഗം നേടും, അത് ഉറപ്പാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഒരു നേതൃത്വത്തിന് വേണ്ടി നമ്മുടെ സാമൂഹ്യമായ ഒരു പ്രവർത്തനത്തെ, കർമ്മസേനാ പ്രവർത്തനത്തെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ചോരത്തിളപ്പിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പദ്ധതി ആവിഷ്കരിക്കപ്പെടുമ്പോൾ ഡിസംബർ മാസത്തിൽ നമ്മുടെ ഒരു സംരംഭം ഔദ്യോഗികമായി നമ്മുടെ നാട്ടിൽ നടപ്പാക്കപ്പെടുമ്പോൾ അതിന്റെ പ്രവർത്തനം വിധേയം ആരോടും കിടമത്സരത്തിലോ ആരോടും വാശി തീർക്കാനല്ല, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലായിട്ട് ഈ ഒരു പ്രവർത്തനമായി നമ്മൾ മുന്നോട്ട് പോയാൽ വലിയ ലക്ഷ്യം കാണുകയും വലിയ പ്രതിഫലം ലഭ്യമാക്കപ്പെടുകയും വലിയ നേട്ടം നമുക്ക് രണ്ട് ലോകത്തിൽ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് മാത്രമാർപ്പെടുത്തി അവസാനിക്കുകയാണ്. സർവാധിപനായ അല്ലാഹു നമ്മുടെ സംരംഭം
ചെയ്യുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയവരെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? ഇന്നലെ നമുക്കറിയാമല്ലോ, നബീ താരിഖ് എന്ന് പറയുന്ന ഉസ്താദ്, സമസ്തയുടെ താരിഖ് ഹാഫിദുമായ ബഹുമാന്യനായ ഉസ്താദ് മദനി നിസ്കാരക്കിടയിൽ റൂമിൽ വന്നുകൊണ്ട് പ്രശ്നം പറയുന്നത് നേരെ മരണത്തിലേക്ക് യാത്രയായി. ഉദോടുകൂടിയുള്ള മരണം. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ലോകത്തോട് വിട പറഞ്ഞു പോയ മാസമാനനെ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, കണ്ണികത്ത് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, ഇങ്ങനെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയ മാസം കൂടിയാണത്. പോയാണ് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുകയാണ്, ദുആ ചെയ്യുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവസാനം إلى حضرة نبينا وحبيبنا مصطفى محمد